വയറ് സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആളുകൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു സിംറ്റം ഗ്യാസ് എന്ന് പറയുന്നതാണ്. ഗ്യാസാണ്. ഈ ഗ്യാസ് വല്ല കുപ്പിയിലാക്കി ഉപയോഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ധന വില വർധനയെ ഞങ്ങൾ ഫലപ്രദമായി പ്രതിരോധിച്ചേനെ എന്ന് തമാശ പറയുന്ന രോഗികളുണ്ട്. ജോക്സ് അപ്പാർട്ട്, ഈ ഗ്യാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വരുന്നത്, അത് എന്തിൻ്റെയൊക്കെ സിംറ്റമായിട്ട് വരാം, അതിനെ നമ്മൾ എങ്ങനെ ഫലപ്രദമായി ഒന്ന് പ്രതിരോധിക്കാനായിട്ട് കഴിയും എന്നെല്ലാം നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. നമ്മൾ ഈ പറയുന്ന ഗ്യാസ്, നെഞ്ചിരിച്ചിൽ, പുളിച്ചിത കട്ടൽ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഒരേ അസുഖത്തിൻ്റെ അല്ലെങ്കിൽ ഒരേ അവയവത്തിൻ്റെ പല വിധത്തിലുള്ള ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാം. അത് ലിവർ സംബന്ധമായ പ്രശ്നങ്ങളോ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെറും ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസോ മുതൽ നമ്മുടെ പല ഭക്ഷണത്തിലുള്ള ഇൻടോളറൻസ് അല്ലെങ്കിൽ അലർജി പോലും ഇങ്ങനെയുള്ള കാരണങ്ങളിലേക്ക് നയിച്ചേക്കാം. അതേപോലെ തന്നെ നമ്മുടെ പല കാലങ്ങളായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും, അൾസറേറ്റീവ് കൊളൈറ്റിസ്, IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ് തുടങ്ങിയ പല പ്രശ്നങ്ങളും നമുക്ക് മാനസികമായി പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഭക്ഷണത്തിലുള്ള ഇൻടോളറൻസും ഒക്കെ തന്നെയാണ്. നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി, ഗോതമ്പ്, പാല്, മുട്ട, ഇറച്ചി, സീ ഫുഡ് തുടങ്ങിയ സംഗതികൾക്ക് പോലും പലതരത്തിലുള്ള ഇൻടോളറൻസസ്, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അലർജി ഉണ്ടാകാം. ഇപ്പോൾ മറ്റ് പല പ്രശ്നങ്ങൾക്കും കാരണം തന്നെ ഇത്തരത്തിലുള്ള പ്രോട്ടീനോടുള്ള അലർജിയാണ് എന്നൊരു സ്കൂൾ ഓഫ് തോട്ട് തന്നെയുണ്ട്. പ്രത്യേകിച്ചും വെരിക്കോസ് വെയിൻ്റെ കാര്യത്തിലും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രോട്ടീൻ അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലേക്ക് നയിക്കുന്ന ട്രിഗറിങ് ഫാക്ടറായിട്ട് പോലും നമ്മുടെ ഭക്ഷണത്തിലെ ഇൻടോളറൻസ് വർത്തിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അപ്പോൾ ഇത് കൃത്യമായി കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അലർജിയുടെ സ്കിൻ പ്രിക് ടെസ്റ്റ്. നമ്മൾ കോളം വരച്ച് ഇത് സാധാരണ കഴിക്കുന്ന ഓരോ സാധനങ്ങളുടെയും അതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ഓരോ അലർജൻസിൻ്റെയും റിയാക്ഷൻ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം, സ്കിന്നിൽ വരുന്ന അലർജി അത് ചൊറിഞ്ഞ് പൊട്ടി വ്രണമായിട്ട് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇതേപോലെ തന്നെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളും നമ്മുടെ വയറിനുള്ളിൽ അല്ലെങ്കിൽ കുടലിനുള്ളിൽ കുറേ രീതിയിലുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അൾസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒക്കെയുള്ള ഒരു രോഗിയുടെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഈ പറയുന്ന സ്കിന്നിലുണ്ടാവുന്ന ചൊറിഞ്ഞു പൊട്ടൽ പോലെ തന്നെ നമ്മുടെ കുടലുകളിലും വയറിലും ഒക്കെ ഉണ്ടാകുന്ന അൾസേഴ്സ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷനൊക്കെ കാരണം ഈ ഫുഡിലുള്ള ഇൻടോളറൻസ് തന്നെ ഒരു കാരണമായി മാറിയേക്കാം. ഇത് കൃത്യമായി കണ്ടറിഞ്ഞ് അതിന് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു പുതിയ ചികിത്സാ മാർഗം ഇന്നുണ്ട്. അത് അലർജിക് ഡിസീസസ് ആയിട്ടുള്ള അലർജിക് റൈനൈറ്റിസ്, ശ്വാസകോശത്തെ ബാധിക്കുന്ന ബ്രോങ്കിയൽ ആസ്മ, സ്കിന്നിൻ്റെ ആർട്ടിക് ഏരിയ, അതുപോലെ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന കണ്ണുകളുടെ ചൊറിച്ചിലായിട്ടുള്ളത്, ഇതിനെല്ലാം നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. കൃത്യമായി സ്റ്റഡീസ് പ്രൂവൻ ആയിട്ടുള്ള ഇതിൻ്റെ എഫിക്കസി റേറ്റ് എന്ന് പറയുന്നത് 92%. അപ്പോൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് പൂർണ്ണമായിട്ടും മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ നമ്മളെ ഇത് മരുന്ന് കഴിക്കുമ്പോൾ തൽക്കാലത്തേക്കൊന്ന് ശമിപ്പിക്കാൻ പറ്റുമെന്നാലും ഇത് കാലാകാലങ്ങളായി നമ്മളെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ ഭക്ഷണം ഒന്ന് മാറിക്കഴിക്കുമ്പോഴോ അറിയാതെ നമുക്ക് അലർജിയുള്ള ഈസ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പല ഭക്ഷണത്തിലും നമ്മൾ പോലും അറിയാതെ അകത്ത് ചെല്ലുന്നുണ്ട്. അത് ബ്രെഡിലും മൈദയിലും ബിസ്ക്കറ്റിലും ഒക്കെ പോലും ഈ പറയുന്ന ഈസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെ ഒഴിവാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ഇമ്മ്യൂണോതെറാപ്പിയും ഉപയോഗപ്പെടുത്തുക. അപ്പം ഇതിനോടൊപ്പം നമ്മൾ പല മരുന്നുകളും ഇതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, H2 ബ്ലോക്കേഴ്സ് എന്നൊക്കെ പേരിലുള്ള, ഇപ്പോൾ റാനിറ്റിഡിൻ അല്ലെങ്കിൽ പാൻഡോപ്രസോൾ, റബിപ്രസോൾ, ഇസോമിപ്രസോൾ തുടങ്ങിയ മരുന്നുകളും ഈ പുളിച്ച് തികട്ടൽ ഒഴിവാക്കാനും ഓക്കാനവും ഛർദിയും ഒഴിവാക്കാനുള്ള ഡോംബിറോൺ പോലുള്ള മരുന്നുകളും, ചുരുക്കം ചില അവസ്ഥകളിൽ ചില ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ പോലും ഇതിന് ഉപയോഗപ്പെടുത്താറുണ്ട്.
ലിവോസൾഫൈഡ് പോലുള്ള മരുന്നുകളും ആമിട്രിപ്റ്റിലിൻ പോലുള്ള മരുന്നുകളുമൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന രീതിയിൽ പോലും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം നമ്മുടെ മാനസികാവസ്ഥയും ഈ പറയുന്ന ഗ്യാസ്ട്രൈറ്റിസ്, ഉദര സംബന്ധമായ അസുഖങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. പലപ്പോഴും നമുക്കൊരു ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് ഇൽനെസ് ഉള്ളപ്പോഴോ നമുക്ക് ആങ്സൈറ്റി ഉണ്ട് എന്നല്ല ആ പേഷ്യൻ്റ് പറയുക. ആ പേഷ്യൻ്റ് ഇത്തരത്തിലുള്ള പല ലക്ഷണങ്ങളായിട്ടാണ് അത് പുറത്തു വരിക. അത് മിക്കവാറും ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിരിക്കാം. ചിലർക്കത് നെഞ്ച് സംബന്ധമായിട്ടുള്ള ശ്വാസം മുട്ടലോ നെഞ്ചിരിച്ചിലോ അല്ലെങ്കിൽ പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പായിട്ടോ ഒക്കെ വരാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു മൾട്ടി സിസ്റ്റമിക് അപ്രോച്ച് ഈ അസുഖങ്ങളെയെല്ലാം നമ്മൾ വരുതിയിൽ നിർത്താനായിട്ട് ആവശ്യമായിട്ട് വരും. അതിന് നിങ്ങളുടെ ഡോക്ടറുടെ സഹായത്തോടു കൂടി ഇതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും ആവശ്യമായ സ്കാനുകളും ചെയ്ത് കൃത്യമായൊരു ഡയഗ്നോസിസിലേക്ക് എത്തി അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും കൈക്കൊള്ളാനായിട്ട് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ പല ശീലങ്ങളും ഇത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് സ്മോക്കിംഗ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും മറ്റു തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളുമൊക്കെ ഈ ഗ്യാസ്ട്രൈറ്റിസിനെ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് കാരണമാകും. അതുപോലെ നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഇല്ലാതെ വന്നാൽ തന്നെ ദഹനം പ്രോപ്പർ ആകാതെ നടക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. നിത്യാഭ്യാസി കല്ല് കഴിച്ചെന്നാൽ പോലും അത് ദഹിച്ചു പോകുമെന്നുള്ളതാണ് പഴഞ്ചൊല്ല്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വ്യായാമം ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നുള്ളതും നല്ല ഉറക്കവും നല്ല മാനസികാവസ്ഥയും ഈ ഡൈജഷനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റ് അവയവങ്ങളുടെ അസുഖങ്ങൾ കൊണ്ട് കിഡ്നിക്കോ ലിവറിനോ ഹാർട്ടിനോ ലങ്സിനോ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാം. ഈ ഗ്യാസ്ട്രൈറ്റിസും ഗേർഡ് എന്ന് പറയുന്ന ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസും ശ്വാസം മുട്ടലും ചുമയുമായിട്ട് പോലും പ്രസൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ശ്വാസകോശ അസുഖങ്ങളും ഗ്യാസ്ട്രിക് ആയിട്ടുള്ള സിംറ്റംസും തമ്മിൽ വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ അവയവങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ സകുതം നോക്കി മനസ്സിലാക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൈക്കൊണ്ടില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരവയവത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് മറ്റേ അവയവത്തെയും കൂടി ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മെറ്റബോളിക് അസുഖങ്ങളായിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങളും ഫാറ്റി ലിവർ പോലുള്ള അനുബന്ധ രോഗങ്ങളുമൊക്കെ ഇത്തരത്തിൽ നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസിനും ഇൻഡൈജഷനും ഒക്കെ കാരണമാകാവുന്നതാണ്. തൈറോയിഡിൻ്റെ അബ്നോമാലിറ്റിയോ കാൽഷ്യത്തിൻ്റെ അബ്നോമാലിറ്റീസ്, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഛർദിയായിട്ടും വയറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് ഇല്ലായ്മയായിട്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിലുള്ള അപര്യാപ്തത അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ എല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ നമ്മുടെ ജീവിതശൈലി മോഡിഫിക്കേഷനിലൂടെ തന്നെ പരിധിയിൽ നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ.